എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്, വലിയ മത്സരം നടക്കാൻ പോവാണ്, അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ ഒരുത്തൻ മീശയൊക്കെ പിരിക്കുന്നുണ്ട്. എന്താണെന്ന് നടക്കപ്പോറത് യുദ്ധം. ഓക്കെ, എന്താണ് അജണ്ട? ഞാനൊരു അജണ്ട പറയാം. പറഞ്ഞു. അതായത് മമ്മൂക്ക, ദുൽഖർ ഈ കിഴി കിട്ടുന്നവർ, ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കട്ടെ. ഞങ്ങളുണ്ട് രണ്ടുപേരെ ഒരുമിച്ച്, അപ്പനും മകനും. ഓക്കെ, ഹെഡ് നന്നായിരിക്കുന്നു. ഓക്കെ, അതായത് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അതിൽ ഉണ്ടായാൽ മതി കേട്ടോ. അതായത് മമ്മൂക്കയും ദുൽഖറുമായി ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, ഇതിൽ ഇൻഫർമേഷൻ അറിയാന്നുള്ളത് കൂടി വലിയ കാര്യമുണ്ട്. അതൊരു സത്യം. കാരണം ഒന്നും ഒരു ബന്ധമില്ല, നമ്മൾ അറിയാത്ത കാര്യം എന്തെങ്കിലും ആയാൽ അത് നമുക്ക് നഷ്ടപ്പെടും. തീരുമാനമായി കിട്ടും. ഓക്കെ, ഫസ്റ്റ് വൺ, ബ്രൊമാൻസ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നു. ഇന്ന് 6:30 സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരും. ഓക്കെ, നമ്മുടെ അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അർജുന അശോകൻ, സംഗീത് അല്ല അത് പറയണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആളാണ് ആ പേര് തന്നെ വന്നിട്ട് പറഞ്ഞത്. സംഗീത് പ്രതാപം ചോദിക്കണ്ടേ, പറഞ്ഞു തരൂലേ? അതായത് നമ്മുടെ സിമ്പിളായിട്ട് പറയാം, അമൽ ഡേവിസ്, അത് മതി അല്ലേ? അല്ലെങ്കിൽ ഗോട്ടിലെ അത് നമ്മുടെ മാത്യു തോമസ് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഗോട്ടിലെ വിജയ്. അടുത്ത കിഴി ധൂം 4. യെസ്, സിനിമയിൽ വിക്കി കൗശാൽ പോലീസ് വേഷത്തിൽ എത്തും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഈ വിക്കി കൗശാൽ നമ്മുടെ ദുൽഖറിന്റെ ഫ്രണ്ട് ആണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഇവന്റെ ക്യാരക്ടർ വെച്ചിട്ടേ ഇവൻ അതിന് എത്തുന്നല്ലേ ഉള്ളൂ. നീ ആദ്യം ഓർമ്മ എടുക്ക്, എന്നിട്ടല്ലേ അല്ലേ? ഓക്കെ, അടുത്ത കിഴി പരാശക്തി. ദുൽഖർ സൽമാൻ പ്രധാന വേഷം ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു. ഇപ്പോൾ ശിവകാർത്തികേയനും അഥർവയും ജയം രവിയാണ് ഇതിൽ നായകന്മാരായി എത്തുന്നത്. ജയം രവി അല്ല, രവി മോഹൻ ആണ് വില്ലനായി വരുന്നു. സുധാ കൊങ്കാര സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്കും വന്നിട്ടുണ്ട്, പിന്നെ അതിനുശേഷം മറ്റൊരു പോസ്റ്ററും വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇപ്പൊ ആരാ എവിടെയൊക്കെ കൊള്ളിക്കാൻ കുഴപ്പമില്ല. അടുത്തത് കാഞ്ചന 4. സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 120 കോടി ആണെന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ലോറൻസിന്റെ നായികയായിട്ട് വരുന്നത് 2 നായികമാരാണ്. ഒന്ന് നോറ ഫത്തേഹി, പിന്നെ പൂജ ഹെഗ്ഡെ. ഓക്കെ, ബിഗ് ബഡ്ജറ്റിലെ 4. അടുത്തത് SSMB 29. പ്രിയങ്ക ചോപ്രനെ ഞങ്ങൾ ഉറപ്പിച്ചു കേട്ടോ, തീരുമാനിച്ചു. കൈ കൊടുത്ത് സലാം പറഞ്ഞിട്ടല്ല, കൈകൂട്ടി ആനയിച്ച് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു 5 വർഷത്തേക്ക് ആ വഴിക്കില്ല, പുറത്തേക്ക് വിടൂല, അവിടുന്ന് പുറത്തു പോകാൻ പറ്റൂല. അതെ, ലോക്കാണ്. എടാ മോളെ ഇങ്ങ് പോര്, ലോക്കാറില്ലേ? ഓക്കെ, എന്തായാലും പ്രിയങ്ക ചോപ്രക്ക് 30 കോടി ഉണ്ടാവും ഈ സിനിമയിൽ പ്രതിഫലം എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ സിനിമ തുടങ്ങുന്നത് കെന്യയിൽ വെച്ചിട്ടാണ് ഷൂട്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ ചെറുക്കൻ ഉണ്ടാവുകയെന്ന് അറിഞ്ഞൂടെ കേട്ടോ. അത് പൃഥ്വിരാജ് പറഞ്ഞത് അതിന്റെ ടോക്ക് പോയിട്ടുണ്ട്, പക്ഷേ കൺഫേം ആയിട്ടില്ല. പക്ഷെ ഇവിടെ കേൾക്കുന്നത് പകരം ജോൺ അബ്രഹാം ചെയ്യുന്നൊക്കെയാണ് കേട്ടോ. എന്താണെങ്കിലും അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി. സിനിമയുടെ റിലീസ് ഡേറ്റ് ഫെബ്രുവരി 21 ഒഫീഷ്യലി ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ആശീർവാദ് സിനിമാസ് ആണ് പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നൈസ് വൺ. അടുത്ത നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ മൂവി. അടുത്ത കിഴി SK23. ടൈറ്റിൽ ടീസർ ആൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് വരുന്നത് ഫെബ്രുവരി 17. ഓക്കെ, ശിവകാർത്തികേയന്റെ ബർത്ത്ഡേ ഡേറ്റ്. ഓക്കെ, വരട്ടെ. നമ്മുടെ SS രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമ കേട്ടോ. AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിനിമ കേട്ടോ. കിളി പറഞ്ഞിരിക്കുകയാണ്. SS രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമ. അടുത്ത് ഇതാണോ ചെറിയ തെറ്റ്? അപ്പൊ വലിയ തെറ്റ് എന്തായിരിക്കും എന്റെ? അടുത്ത് റെട്രോ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ
ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് പുറത്തു വരുന്നതായിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ 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 ഓക്കെ. അടുത്ത കിഴി എന്താണ്? സൂര്യ ബേസിൽ ജോസഫ് മൂവി. ഈ സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കും എന്നുള്ളത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മളത് ഇന്നലത്തെ കിഴിയിലല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഫേക്ക് ആട്ടോ. മമ്മൂട്ടി കമ്പനി ഈ സിനിമ നിർമ്മിക്കുന്നില്ല. ഓക്കെ, സന്തോഷം. ഒരു വിഷമം, സന്തോഷം. 1-0. ഓ, അങ്ങനെ ചോദിച്ചതാണോ? ഞാൻ അതൊന്നും മൈൻഡ് തന്നെ ചെയ്തിട്ടില്ല. എന്തിന്? നസ്ലൻ കല്യാണി പ്രിയദർശൻ സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട്. വേഫെയർ ആണ് സിനിമ നിർമ്മിക്കുന്നത്. ഡൊമിനിക് അരുണാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു യൂണിവേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമ്മുടെ ടൊവിനോ ഒരു ഗസ്റ്റ് റോൾ, എക്സ്റ്റൻഡഡ് കാമിയോ റോൾ ചെയ്യുന്നുണ്ട്. ആളിതിലൊരു മജീഷ്യനായിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, പോന്നോട്ടെ. എന്താടാ എന്താ ചിരിക്കാൻ? എന്താ മാത്രം ചിരിക്കാനുള്ള? ചിരിക്കാനുള്ളതെന്ന് പറ. ഒന്നുമില്ല. എന്തോ സംഭവം ഉണ്ടല്ലോ. ഒന്നുമില്ല. ഓക്കെ, എന്താണ്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താണ്? അതിപ്പോ മനസ്സിലാവില്ല. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. വീഡിയോ കാണുമ്പോഴും അല്ല, പിന്നെ ഈ മത്സരം പിന്നീട് മനസ്സിലാവുള്ളൂ. എന്താണ്? ഒന്നുമില്ലടാ. ഓക്കെ, എന്താണെങ്കിൽ നല്ല നടിപ്പ്. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ അതായത് ഇതിൻ്റെ ഫസ്റ്റ് കട്ട് ഡ്യൂറേഷൻ വന്നിട്ടുണ്ട് 3 മണിക്കൂറും 1 മിനിറ്റും. ഓക്കെ, പിന്നെ ഐമാക്സിൽ ഈ സിനിമ ഉണ്ടാവും എന്നുള്ളത് പൃഥ്വിരാജ് ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ട്. ഓക്കെ, ആ 1 മിനിറ്റ്, ലാസ്റ്റത്തെ 1 മിനിറ്റ്, അത് നമ്മുടെ ചെറുക്കനുള്ളതാണ്. ആ 1 മിനിറ്റിലാണ് ആ ആള് വരുന്നത്. ആ 1 മിനിറ്റിൽ നമ്മുടെ ഭാവി നിർണയിക്കപ്പെടും. അതെന്തായാലും സത്യം. അടുത്തത് ബസൂക്ക. മമ്മൂക്കയുടെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 21 സിനിമ റിലീസിനെത്തും. ഫെബ്രുവരി 14 ആദ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇന്ന് മാറ്റും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. സംഭവം വർക്കൊക്കെ തീരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 21 നീട്ടി വെക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി 20 ശേഷം ഉണ്ടാവുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ 21 വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ പിടിച്ചു വെച്ചിട്ട് പാത്ത് വെച്ചിട്ട് കാര്യമൊന്നും നമ്മൾ അങ്ങനെയാണല്ലോ. എല്ലായിടത്തും വന്നു കഴിയുമ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് അതെ പറയാം. അല്ലെങ്കിലും അതാണ് നല്ലത് അല്ലേ? നമ്മളിങ്ങനെ വെറുതെ അവരുടെ നമ്മൾ സിനിമയിലൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയേണ്ട കാര്യം വരും. ഓക്കെ, അടുത്ത കിഴി. അടുത്ത കിഴിയല്ല, അതിൻ്റെ കൂടെ മറ്റൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഉടൻ തന്നെ ഉണ്ടാവും. ഓക്കെ, അടുത്ത കിഴി. വാ DQ സൗബിൻ സാഹിർ മൂവി. സിനിമ അതായത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂലൈയിലേക്കാട്ടോ. ജൂലൈ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ നഹാസ് ഹിദായത്ത് മൂവി തുടങ്ങും. മെയ്, ജൂൺ, ജൂലൈ 4-5 മാസം. അപ്പോൾ കറക്റ്റ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 മിഡോടെ തുടങ്ങും എന്നുള്ളതൊക്കെ. അടുത്തത് അല്ലു അർജുൻ ത്രിവിക്രം മൂവി നെയിം ദേവ് സേന. കൊള്ളാല്ലേ? പക്ഷെ എനിക്ക് ഒരു പവറും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാ ദേവസേന. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ആദ്യം ഇത് വായിച്ചപ്പോ ഇങ്ങനെ ദേവസേന ബാഹുബലിയിൽ നിന്ന് ഇറക്കിയ അതൊരു സത്യം. ദേവസേന ആ ഒരു വൈബ് കിട്ടും. ഇത് ദേവ്സേന. അതെ, ഇത് ദേവ്സേനയാണ്. ഓക്കെ, എന്തായാലും ഇതൊരു എപ്പിക് ജേണി ഓഫ് കാർത്തികേയ അല്ലേ? കാർത്തികേയ തൻ്റെ ഫാദറിനെ ശിവനെ കാണാൻ പോകുന്നതും അതിൻ്റെ ഒരു സംഭവമൊക്കെയാണെന്നാണ് കേൾക്കുന്നത്. നോക്കാം. അടുത്ത ഗംഭീരമായിരിക്കും. NTR 31. NTRഉം പ്രശാന്തിനും ഒരുമിക്കുന്ന സിനിമ. ഡ്രാഗൺ എന്നുള്ളതാണല്ലോ അതിൻ്റെ താൽക്കാലികമായി കരുതുന്ന പേര്. എന്നാൽ താൽക്കാലികമായിട്ടല്ല, ഡ്രാഗനോ അല്ലെങ്കിൽ എൻഡർ ഓഫ് ദ ഡ്രാഗൺ അല്ലേ?
ഈ 2 ടൈറ്റിൽ ഇവർ പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. ആദ്യമൊക്കെ ഡ്രാഗൺ മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റർ ഓഫ് ദ ഡ്രാഗൺ കൊള്ളാം. പഞ്ചുണ്ട് പിന്നെ കൊള്ളാം. നമ്മുടെ ഡ്രാഗൺ എന്ന് തന്നെ പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലതുണ്ട്. അടുത്തത് വരാഹം സിനിമ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഉടൻ തന്നെ പരിപാടികളൊക്കെ തുടങ്ങും. ഓക്കെ, ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. വാവ് 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 വാവ്. അങ്ങനെ 2 കിഴികളാണ് ഉള്ളത്. ഒരു കിഴി ഇനി ബാക്കിയില്ലേ? യെസ്. അതിലെ ഈ കിഴിയിൽ ഞാൻ ദുൽഖർ സൽമാനെ പൊക്കിയിരിക്കുന്നു. പർദ. നീ പൊക്കിക്കൊണ്ട് പോകും. എന്താണ് പർദ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അതായത് കേരള ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ വേഫർ ഫിലിംസ് സ്വന്താക്കിയിട്ടുണ്ട് കേട്ടോ. യെസ്, അടിപൊളി. കൊള്ളാം. ഇനി ഒരൊറ്റന്ന് ബാക്കി. മമ്മൂക്കയെ കിട്ടുമോ ദുൽഖറിനെ കിട്ടുമോ? അതാണ് ചോദ്യം. കിട്ടും. മാർക്കോ 2. ഓ മമ്മൂക്ക ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയാൽ മതിയല്ലോ മമ്മൂക്ക എന്നുള്ളത്. എന്താണെങ്കിലും ഇതല്ല കേട്ടോ. മാർക്കോ സിനിമ ഇന്ന് കന്നഡയിൽ റിലീസ് ആവുകയാണ് കേട്ടോ. കന്നഡയിൽ ഇത് നല്ലൊരു വിജയമാവാൻ ചാൻസ് ഉണ്ട്. ഇവര് വെറുതെ നല്ലോട്ടെ. ഇവര് OTTക്ക് ഒന്നും ഇപ്പൊ തരൂല മക്കളെ എന്ന് പറയുന്നത്. ഇവര് മിക്കവാറും എല്ലായിടങ്ങളിലും ഇയർ എൻഡിന് ശേഷമായിരിക്കും ഇവരും സെയിലാക്കുള്ളൂ. അല്ലെ, എല്ലായിടങ്ങളിലും ബെഞ്ച് മാർക്ക് ഇട്ടിട്ട് അതത്രേ പരിപാടി നിർത്തുള്ളൂ. യെസ്. എന്താണെങ്കിലും എപ്പിസോഡ് കഴിഞ്ഞേക്കാണ്. ഈ തെണ്ടിയാണ് ഇന്നും ജയിച്ചിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, ശരിക്കും ഇതിന്റെ കണക്കെടുത്താൽ ശരിയാവില്ല. കണക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. എടുപ്പിക്കണോ? ഞാൻ പിന്നെ വേണ്ട പോട്ടെ, ചെറുക്കൻ ജയിച്ചോട്ടെ എന്ന് എഴുതിയിട്ട. അല്ലെങ്കിൽ ഞാൻ ജയിച്ചു. അതായത് എന്റെ ലീഡ് ഞാൻ ഉയർത്തുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.